പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ്, വിശ്വാസത്തെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ ഉള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വന്നാൽ ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുമാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന എങ്ങനെ ശരിയായി ചിന്തിക്കാനൊരു സിസ്റ്റം, നെഗറ്റീവ് തോട്ട് പ്രോസസ് റിമൂവ് ചെയ്യുന്ന ഹീലിങ്സ്, അലൈൻമെന്റ്, ഒരു മൂന്നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ഹീലിങ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞുണ്ട്, പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി കോരി കളഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അവിടെ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസത്തെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ആഹ് ആ വിശ്വാസങ്ങളെ മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. കാരണം പല ആളുകളും പൈസ ഉണ്ടാക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ കുറേ എങ്ങനെ കൂടുതൽ കാശുണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്യാണ്. പക്ഷേ ഒരു ഐഡിയ, അവരുടെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ. അപ്പോൾ റോഡ് സൈഡിൽ ഒരു പാനിപൂരി വിൽക്കുന്ന ഒരു കട തുടങ്ങിയാലോ എന്ന് ആലോചിക്കുമ്പോൾ, അയ്യേ, പാനിപൂരി വിൽക്കുന്ന കടയോ, അതൊരു കുറച്ചിൽ പോലെയൊക്കെയാണ് പല ആളുകളും കാണുന്നത്. ഞാൻ എപ്പോഴും എല്ലാ ആളുകളുടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: പണം മൂല്യത്തിന് അനുപാതികമായി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ മൂല്യം കൊടുത്താൽ പണം കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ജോലിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പെയിന്റ് പണി അറിയാമെങ്കിൽ യു പ്രൊവൈഡ് എ ന്യൂ വാല്യൂ, ഒരു പുതിയ ഒരു മൂല്യം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ എത്രത്തോളം ആളുകൾക്ക് മൂല്യം കൊടുക്കുന്നു, അത്രത്തോളം അതനുസരിച്ച് നമുക്ക് കാശ് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് പണം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ മൂല്യം കൊടുക്കുക. അപ്പൊ അതിന് കുറഞ്ഞത് ചെറുതെന്ന് കാണാതെ, നമ്മൾ പണം എന്തിനാണ് വരുന്നത്? ആളുകളെ സേവിക്കുന്നതിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫാണ് നിങ്ങളെ പണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാത്രമല്ല, പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊച്ചിലെ തൊട്ട് കാലങ്ങളായിട്ട് കേട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്, പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വരും. അപ്പോൾ പണം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾ പണത്തെ സ്നേഹിക്കുന്നു, നമ്മളിലേക്ക് പണം വന്നു ചേരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പണത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, പണം പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെ ഒരു നെഗറ്റീവ് ബിലീഫാണ്. ഇപ്പൊ കറക്റ്റ് നമ്മളൊരു ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമായിട്ട് പണത്തെ കാണുക, പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോൾ കാശ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഇപ്പൊ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നു വെച്ചോ. അപ്പോൾ ഓട്ടോമാറ്റിക് യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ തരുന്ന ഒരു ഐഡിയ ആണ്, പാനിപൂരി വിറ്റാൽ കാശ് കിട്ടുന്നത്. നിങ്ങൾക്കറിയോ, ഞാനൊരു ബാംഗ്ലൂരൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഒരു പാനിപൂരി വിൽക്കുന്ന ഒരാളെടുത്ത് ചോദിച്ചു, എത്ര രൂപ ചേട്ടാ ലാഭം കിട്ടുമെന്ന്. 6000 രൂപ ഡെയിലി ആയിട്ട് ലാഭം. പല നമ്മുടെ കമ്പനികളിലും അവരുടെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്രയും വരുമാനം കിട്ടാറുണ്ടോ? അപ്പോൾ നമ്മളിലേക്ക് പണം വരണമെങ്കിൽ നമ്മൾ, അയ്യോ എനിക്ക് അഭിമാനം അത് ഇതെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് പണം യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്, എനിക്ക് പണം വേണം, പണം വേണം, അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണെന്ന് അഫർമേഷൻസ് പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ തരുന്ന ഐഡിയ ആണ്, ഇന്ന രീതിയിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാമെന്ന്. ആ സമയത്ത് നിങ്ങൾ മോശമായി അല്ലെങ്കിൽ കൃത്യമായിട്ട് പണം വരാൻ സാധ്യതയുള്ള ഏരിയ തടയണോ? അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതായത് പണം പല രീതിയിലായിരിക്കും പല ആളുകൾക്കും വരിക. ഒന്നുകിൽ നിങ്ങൾക്ക് പറയുന്ന കണക്ക് എന്താണ്, ആരെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ കാശ് കൊണ്ടുതരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നിക്കും, ലോട്ടറി അടിക്കും. പക്ഷെ ലോട്ടറി അടിക്കുന്നത് ഒരു ലോട്ടറി അടിക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ലോട്ടറി അടിക്കുന്ന ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിപാടിയല്ല. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറേ നാൾ എടുത്ത് അടിക്കാതിരുന്ന് നമുക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ലോട്ടറി അടിക്കാതെ കുറേ നാൾ എടുത്ത് അടിക്കുക. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അടിച്ച ഭാഗ്യവാൻ തന്നെ, അയാൾക്ക് ഫസ്റ്റ് തവണയാണ് അയാൾ ലോട്ടറി അടിക്കുന്നത്, അപ്പൊ അയാൾക്ക് അടിച്ചു. പക്ഷെ അതേസമയം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാല്,
ബാക്കിയുള്ള ആളുകൾക്ക് ഇത് അടിക്കണമെന്നില്ല. അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസം മുന്നേ അടിച്ച പുള്ളി ആൾറെഡി ഇത് എന്ത് ചെയ്താണ്, പുള്ളി ഈ പറയുന്ന കണക്ക് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുന്നത്, പൈസ നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പൈസ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പൈസ വരൂ എന്നുള്ള ഒരു നെഗറ്റീവ് ബിലീഫ് കട്ടായിട്ട്, പൈസ നിങ്ങളുടെ കയ്യിൽ ഇന്ന ജോലി ചെയ്താൽ, ഇപ്പം ഒരു പാനിപ്പൂരി വിൽക്കുന്ന ജോലിയിലൂടെയാണ് നിങ്ങൾക്ക് കാശ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 6000 രൂപ കിട്ടുമെങ്കിൽ അത് ചെയ്യണം. കാരണം മണി ഈസ് ദി എക്സ്ചേഞ്ച് വാല്യൂ പ്രൊവൈഡ്. ഇന്ന ജോലി ചെയ്യൂ, ഇന്ന ജോലി കൂടി, ജോലി കുറഞ്ഞ, കാരണം മൂല്യം കൊടുത്താൽ കാശ് കിട്ടും. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും. നിങ്ങൾക്ക് മറ്റൊരു പരിപാടി അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടും. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മൂല്യങ്ങൾ കൊടുത്തോട്ട് ചെയ്യുക. ഒരു മൂല്യം കൊടുക്കുന്ന ഒരാൾ 2, 3, 4, 5 ഒക്കെ മൂല്യങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കാശ് കിട്ടും. എപ്പോഴും മനസ്സിലാക്കുക, പൈസ എന്ന് പറയുന്ന സാധനം നമ്മൾ റെസ്പെക്ട് ചെയ്യുക, സ്നേഹിക്കുക, പൈസ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഒക്കെ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഒക്കെ ചെയ്യുക. 15% ഇൻവെസ്റ്റ് ചെയ്യുക, 10% സേവ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് കാശ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് തരും. അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യുമെന്ന് പറയും. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു പോയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് വരും. ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ കമന്റ് സെക്ഷൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഇതുപോലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാം. അത് മാത്രമല്ല, ലാഫ ട്രഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ ആയിരിക്കും ഉണ്ടാവും. താങ്ക് യു.